ഹലോ ചങ്ങായിമാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നാവിൽ കൊതിയൂറുന്ന പൈനാപ്പിൾ പച്ചടിയും നല്ല അടപ്രഥമനും കാളനും മോരുകറിയും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഓണം അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറി, കൂട്ടുകറി, കടുമാങ്ങച്ചാറ്, എരിശ്ശേരി, ബീൻസ് തോരൻ, ഓലൻ, കാളൻ, പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അടപ്രഥമൻ. അങ്ങനെ 8 അടിപൊളി വിഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടുമാങ്ങച്ചാറിൽ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ എടുക്കാം. ഇനി നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാം. നമുക്ക് വേണമെങ്കിൽ തൊലി ചെത്താണ്ട് അച്ചാറിടാം. നമ്മളിവിടെ തൊലി ചെത്തുന്നത് മാങ്ങയുടെ തൊലിക്ക് ഭയങ്കര കട്ടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൊലി ചെത്തിക്കളയുന്നത്. അപ്പോൾ നമ്മളിതേ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാങ്ങയുടെ പച്ചമാങ്ങ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സൈഡ് ഭാഗമാണ് ആദ്യം ചെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ കട്ട് ചെയ്യുന്ന കഷ്ണങ്ങളിലും നമുക്കതിൻ്റെ ആ ഒരു കഴമ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി കുറച്ച് നേരം ഒന്ന് വെക്കാം. ഈ സമയത്ത് മാങ്ങയുടെ ആ ഒരു വെള്ളമൊക്കെ നല്ലവണ്ണം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാകും. മാങ്ങക്കാണെങ്കിൽ ഉപ്പ് നല്ലവണ്ണം പിടിച്ചിട്ടുണ്ടാകും. ഇനി ഇതിന് വേണ്ട പൊടികൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി വേണം, പിന്നെ അതുപോലെ തന്നെ ഉലുവ പൊടിച്ചത് വേണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയുടെ പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ പൊടി വറുത്തെടുക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മളിപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് വറപൊട്ടിച്ച് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ആ പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുന്നതും കുറച്ച് നാൾ കൂടുതൽ ഇരിക്കുന്നതും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം ഷടപടേ എന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിപ്പോൾ വറപൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതാ ഇത്ര ഉള്ള നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു അച്ചാറാണിത്. ഈസിയാണെന്ന് പറഞ്ഞ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല, ഭയങ്കര ടേസ്റ്റുമാണിത്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നല്ല നാടൻ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സദ്യയിൽ അടുത്ത താരം എന്ന് പറയുന്നത് നമ്മുടെ മോര് കറിയാണ്. അപ്പോൾ നല്ല കൊതിയൂറുന്ന നാടൻ മോര് കാച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി വേണം, കറിവേപ്പില വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം. ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നീട് വേണ്ടത് പൊടികളാണ്. പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കടുക് വേണം. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. അതും നമ്മളൊരു 2 വറ്റൽമുളക് എടുത്തിട്ട് നെടുവേ കീറിയതാണ് വേണ്ടത്. ഇനി നമുക്ക് തൈര് എടുക്കാം. വേണ്ടി ഒരു ബൗളിലെടുക്കുക. ബൗളിലേക്ക് നമ്മൾ തൈര് ഇട്ട് കൊടുക്കുക. നമ്മൾ തൈര് കുറച്ച് ലൂസാക്കണം. നമ്മളിവിടെ കട്ട തൈരാണെങ്കിൽ അതൊരു വിസ്ക് ഉപയോഗിച്ച് നമുക്കത് വെട്ടി ഒന്ന് ലൂസാക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ എന്തോരം തൈര് എടുക്കുന്നോ അത്രയും തന്നെ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതൊന്ന് നല്ലവണ്ണം നമുക്കൊന്ന് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുള്ള നമ്മളിപ്പോൾ നല്ലവണ്ണം നമ്മുടെ തൈര് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വയ്ക്കാം. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം ഷടപടേ എന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് കറിവേപ്പിലയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളെടുത്ത ആ ഒരു പച്ചമുളക് അതും നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇതെല്ലാമാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളിലേക്ക് ഇത് നല്ലവണ്ണം ഒന്ന് വാടി കിട്ടണം. അതായത് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന ആ ഒരു ടൈം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ആ ഉള്ളിയുടെയൊക്കെ ആ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര്, അതായത് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന തൈര് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം.
ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ തൈരിന് ഒരുപാട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതങ്ങനെ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇതാ ഇത്രയുള്ള നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോരുകറിയാണിത്. അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനൊപ്പം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മത്തങ്ങയും വൻപയറും ചേർത്ത എരിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മത്തങ്ങ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് വൻപയറാണ്. നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടതായിരുന്നു. തലേദിവസം വെള്ളത്തിലിടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 1-2 മണിക്കൂർ ഇട്ടാലും മതിയാവും. ഇത് നമുക്ക് ഒന്ന് കുക്കറിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ്. പിന്നെ അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ ഒരു പച്ചമുളക്. ഇത് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടെ ആവശ്യമുണ്ട്. ഇത് നമ്മൾ വറുത്താനിടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങാപ്പീര. പിന്നീട് വേണ്ടത് കുറച്ച് വേപ്പില, കടുക്, പിന്നെ അതുപോലെ വറ്റൽമുളക് അതുകൂടിയാണ് നമുക്ക് വേണ്ടത്. പിന്നീട് നമുക്ക് ഇതിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി ആദ്യം തന്നെ നമുക്ക് മത്തങ്ങ വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ആ പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് മത്തങ്ങ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലിടാനുള്ള അരപ്പ് റെഡിയാക്കാം. ഇത് നമ്മൾ തേങ്ങാപ്പീരയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചതാണ്. മത്തങ്ങ ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഷടപടയെന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോഴത്തേക്കും തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതായത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മുടെ ആ മത്തങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പീരയും അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ തേങ്ങാപ്പീരയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇതാ ഇത്രയുള്ള നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മത്തങ്ങ എരിശ്ശേരിയാണിത്. അങ്ങനെ നമ്മൾ എരിശ്ശേരിയും ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല കിടിലൻ കൂട്ടുകറിയാണ്. വാ നമുക്കത് പെട്ടെന്ന് സെറ്റാക്കാം. നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് പച്ചക്കായാണ്. നമ്മളൊരു ബൗളിൽ പച്ചക്കായ എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ചേനയാണ്. അതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ളത് കടലയാണ്. നമ്മളിവിടെ ഒരു ബൗളിൽ കടല എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്താണ് വേവിച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ആ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ഇട്ട് കൊടുക്കാം. പിന്നീട് ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്പളങ്ങയോ അതല്ലെങ്കിൽ വെള്ളരിക്കയോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. കൂടെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് പച്ചക്കറികളൊക്കെ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചേനയും പച്ചക്കായൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം ഷടപടയെന്ന് പറഞ്ഞ് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് ജീരകം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പില അതുപോലെ തന്നെ വറ്റൽമുളക് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് വറുത്തെടുക്കാം. ഈ ഒരു കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. അത് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
പിന്നീട് നമുക്കിത് ഒന്നുകൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേനയും പച്ചക്കായൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചേനയുടെ വേവ് നോക്കിയാൽ മതി. ചേന വെന്തിട്ടുണ്ടെങ്കിൽ പച്ചക്കായും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും അതിൻ്റെ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തിട്ട് എടുത്ത് മാറ്റിയ ആ ഒരു തേങ്ങ ഉണ്ടായിരുന്നല്ലോ, ആ തേങ്ങ നമുക്ക് അരച്ചത് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ കടലയുടെയും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലവണ്ണം ഒന്ന് കുറുക്ക് പാകമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത ആ ഒരു തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതായത് ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയ തേങ്ങാപ്പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ സദ്യയിലെ ഏറ്റവും ശാന്തനായിട്ടുള്ള വിഭവമാണ് നമ്മളധികം എരിവില്ലാതെ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്ന നല്ല അടിപൊളി ഓലൻ. അപ്പോൾ നമുക്ക് ഓലൻ റെഡിയാക്കാം. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് കുമ്പളങ്ങയും അതുപോലെ തന്നെ വൻപയറുമാണ്. കുമ്പളങ്ങ അതിൻ്റെ ഉള്ളിൽ ആ കുരുവും പുറത്തത്തെ ആ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് വേണ്ടത് വൻപയറായിരുന്നു. ഇപ്പോൾ വൻപയർ നമുക്ക് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ അന്ന് തന്നെ എടുത്തിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ടിട്ടാണെങ്കിലും മതി. അത് കഴിഞ്ഞ് നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നമ്മളിവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ് വൻപയർ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് നമ്മുടെ കുമ്പളങ്ങ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് 2-ാം പാലാണ്. നമുക്ക് ആ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് കുമ്പളങ്ങ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വേവെന്ന് പറയുന്നത് അതിൻ്റെ കളർ മാറി നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കളറാകും. അപ്പോഴാണ് നമ്മുടെ കുമ്പളങ്ങ നല്ലോണം വെന്തെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ കുമ്പളങ്ങ നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം ഒന്ന് കുറുകിയിട്ടുണ്ട് നമ്മുടെ കറി. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് 1-ാം പാല് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടപ്പ് ഓഫ് ചെയ്യും. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇനി തിളപ്പിക്കാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നമുക്കിത് മൂടി വെക്കാം. ഇത്രേ ഉള്ളൂ, നമ്മളിവിടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളനാണ്. നല്ല ചേനയും നേന്ത്രക്കായും പിന്നെ തൈരും കൂടി കുറുക്കിയെടുത്ത നല്ലൊരു കുറുക്ക് കാളൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചേനയും ഒരു പച്ചക്കായുമാണ്. പച്ചക്കായും ചേനയും നല്ലവണ്ണം കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീര, ജീരകം, പിന്നെ ഒരു 2 പച്ചമുളക് അതുകൂടെ എടുക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി എടുക്കാം. അതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും പച്ചക്കായും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് അത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത തേങ്ങാപ്പീരയും ജീരകവും പച്ചമുളകും അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് തൈരാണ്. നമുക്കിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഈ മൺചട്ടിയിലാകുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കായും ചേനയും നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് കുറുകിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ പറ്റിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ആ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തൈര് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ തൈരിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അതിട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിനകത്ത് വറവൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ശടപടയെന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് അത് നെടുവേക്ക് എരിയത് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് കറിവേപ്പിലയാണ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്ര ഉള്ള ഇനി നമ്മൾ നേരത്തെ മൂടി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിപ്പോൾ വറപൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കാം. ഇത്ര ഉള്ള നമ്മുടെ സദ്യ സ്റ്റൈൽ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ സദ്യയുടെ ആ ഒരു റെസിപ്പിയാണിത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സദ്യക്ക് നല്ല പച്ചപ്പും രുചിയും നൽകുന്ന തേങ്ങ ചിരകിയിട്ട് നല്ല ബീൻസ് തോരനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബീൻസ് എടുത്ത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് സവാളയാണ്. സവാളയും ഇതുപോലെ നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, പിന്നെ കറിവേപ്പില വേണം. നമ്മൾ വെളുത്തുള്ളി 2-3 അല്ലി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്കിത് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്കൊരു പച്ചമുളക് അതും ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് വേണ്ടത് നമുക്ക് കുറച്ച് ഉപ്പാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് അവസാനമായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മിയെടുക്കാം. നമ്മുടെ ആ തിരുമ്മലിൻ്റെ ആ ഒരു ഇതിലാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമുക്കിതൊരു 10-15 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ്. ആ തേങ്ങാപ്പീര നമ്മളിപ്പോൾ ഇടുന്നില്ല. തേങ്ങാപ്പീര നമ്മൾ ഇത് ഒരു പകുതി വേവ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തേങ്ങാപ്പീര നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ചടപടേന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 വറ്റൽമുളക് കടുവേക്ക് ഏറിയത് അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് അതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബീൻസ് ഒരു പകുതി വേവായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ വേവിച്ചെടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇത് മൂടി വെക്കാം. ഇത്രയുള്ള നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സെക്കൻഡ് പാർട്ടിലെ 7 വിഭവങ്ങളും അടിപൊളിയായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരും കാത്തിരുന്ന നമ്മുടെ സദ്യയിലെ മെയിൻ ഐറ്റത്തിന്റെ വരവാണ്. നല്ല നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടിട്ട് നല്ല തേങ്ങാപ്പാലിലും ശർക്കരപ്പാനിയിലും മണക്കുന്ന നമ്മുടെ സ്വന്തം അടപ്രഥമൻ പായസം. അപ്പോൾ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് അടയാണ്. നീളമുള്ള അടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒടിച്ച് എടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരിയടയാണ്. പിന്നീട് വേണ്ടത് തേങ്ങാപ്പീരയാണ്. നമ്മളൊരു 2 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ തേങ്ങയായിരുന്നു. അതിൻ്റെ തേങ്ങാപ്പീരയാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഒരു അട വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒടിച്ചു വെച്ചിരിക്കുന്ന അട അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് അതിലേക്ക് നമുക്ക് അട തമ്മിൽ കൂട്ടിമുട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അട നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റ് ആവും നമ്മുടെ ഈ അട വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിതാ അട നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി ഒന്ന് ഊറ്റി വെക്കണം. നമ്മളിവിടെ വെള്ളത്തിൽ ഒരു 3 പ്രാവശ്യം അട കഴുകി എടുത്തായിരുന്നു. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു അരിപ്പയിൽ ഊറ്റാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് പായസത്തിൽ ഒഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശർക്കര വെള്ളം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടപ്പ് ഓൺ ചെയ്ത് നല്ലോണം ഒന്ന് വെള്ളമാക്കി എടുക്കാം. അത് നമ്മൾ പായസത്തിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള ശർക്കരയുടെ ആ ഒരു വെള്ളം നമ്മളിവിടെ റെഡിയാക്കി. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ആ പാത്രത്തിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ആ ഒരു ശർക്കരയുടെ വെള്ളം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന അട അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഈ അട ഇതിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി നമുക്ക് കിട്ടും. അതായത് ശർക്കരയുടെ ആ ഒരു വെള്ളം നല്ലവണ്ണം ഒന്ന് വറ്റി കിട്ടും. അതുവരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് 2ാം പാലാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലവണ്ണം ഒന്ന് നമുക്കിത് കുറുകി കിട്ടും. അതുവരെ നമുക്ക് ഇടയ്ക്ക് ഇളക്കി ഇത് വേവിച്ചുകൊണ്ടിരിക്കാം. അതായപ്പോൾ നമ്മുടെ 2ാം പാൽ ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് വറ്റിയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ജീരകം അതുകൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിടുന്നത് ചുക്കാണ്. ഇത് ഓപ്ഷണലാണ്. അതുകൂടെ പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത്ര ആയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ 1ാം പാൽ, അതായത് തലപ്പാൽ എന്ന് പറയുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ പായസത്തിലിടുന്നതിന് ആവശ്യമായിട്ടുള്ള കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ആ പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത് അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം.
ആ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഇതുപോലെ ഇങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ തന്നെ കശുവണ്ടിയും വറുത്തെടുക്കാം. കാശ് നമ്മൾ മുഴുവനായിട്ടിട്ടല്ല വറുത്തേക്കുന്നത്, ഇതുപോലെ ഇങ്ങനെ പകുതിയാക്കിയിട്ടാണ് വറുത്തേക്കുന്നത്. അതും ആ ഒരു കളർ മാറുമ്പോഴത്തേക്കും നമുക്കെടുക്കാം. ഇനി നമ്മൾ വറുക്കാൻ പോകുന്നത് മുന്തിരിയാണ്. ഉണക്കമുന്തിരി നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വീർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതെടുത്ത് കോരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്ത എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ വറക്കാൻ ഉപയോഗിച്ച ആ നെയ്യ് ഉണ്ടായിരുന്നല്ലോ, ആ നെയ്യ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ചെറുതായിട്ട് കൂടി ഒന്ന് ചൂട് കയറ്റാം. ഇത്രയുള്ള നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ സദ്യയുടെ അവസാനമായിട്ടുള്ള അടപ്രഥമനാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഓണസദ്യ പാർട്ട് 1ലും പാർട്ട് 2ലുമായിട്ട് മൊത്തം 16 കിടുക്കൻ സദ്യ വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഓണസദ്യ സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടി അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.